അവരെ കാമക്കണ്ണോട് കൂടി നോക്കും. തെറ്റല്ലേ? മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും പെണ്ണാവണം ആഗ്രഹിച്ചു? അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. അവസാനം തുണി ഇല്ലാണ്ട് ആവരുത്. ചരിത്രവും മറക്കരുത്. ആത്മാവിനെ മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താ ചെയ്യും, രാത്രിയിൽ കടന്നിട്ട് പക്ഷേ നമ്മളൊരു സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോ അതിനനുസരിച്ചിട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതുപോലെ ഒരുപാട് പേര് സാരിയാണ് ഏറ്റവും മാത്രം എടുത്തു. സാരിയാണ് ഏറ്റവും അങ്ങനെ നോക്കാറും പിടിക്കാറും ഒന്നുമില്ല. ആര് പറഞ്ഞു? പെണ്ണുങ്ങളാണ് ഏറ്റവും നോക്കുന്നത് ഞാൻ പറയുള്ളൂ. ഞാൻ നല്ല നാടൻ പെൺകുട്ടീനെ പറഞ്ഞേക്കുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ അളവ് കുറയുമ്പോ ഇപ്പൊ ക്ലീവേജ് ഒക്കെ കാണിക്കുമ്പോ ഭയങ്കര മാർക്കറ്റിംഗ് ആണ്, റീച്ച് കൂടും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അളവ് കുറയ്ക്കുന്നത് തെറ്റല്ല, അളവ് അധികം കുറയ്ക്കുന്നതാണ് ഇതിന്. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് വേണം, ഇത് കണ്ടാലേ വൈറലാവുള്ളൂ, ഇത് കണ്ടാലേ വൈറലാവുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക് കണ്ടാലേ വൈറലാവുള്ളൂ. ഈ ബാക്ക് നോക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? ഇത് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്? അവരൊക്കെ അവരുടെ കഴിവാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഷർട്ട് ഊരിയിട്ട് ഞാൻ കുമ്പിട പോണ ദൈവം പറഞ്ഞിട്ട് കളിച്ചു കഴിഞ്ഞാല് ഒരിക്കലും ഇൻസ്റ്റാഗ്രാം നോക്കി ഏതിലാണ് ലൈക്ക് കൂടുതലെന്ന്. ഓക്കെ, ഞാൻ അതാ പറഞ്ഞത്. ആൺകുട്ടികളുടെ ശരീരവും പെൺകുട്ടികളുടെ ശരീരവും വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആണുങ്ങളുടെ ഇവിടെ കാണുന്നതും പെണ്ണുങ്ങൾ കുറച്ചൊക്കെ മാംസത്തിന് തടിപ്പ് കൂടുതലാന്നല്ലേ ഉള്ളൂ. അതെ, ആ തടിപ്പ് കാണാതിരിക്കാൻ സാരി കൊടുത്ത് മുല്ലപ്പൊക്കെ വെച്ച് എടുക്കുന്ന ചേച്ചിന്റെ വീഡിയോ കാണുമ്പോൾ കുലസ്ത്രീകളെ പോലെ കാണുന്നവർ കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് കമന്റ് ആണ് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ കമന്റ് ആണ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോവുക. അത് നമ്മുടെ ഇഷ്ടം. ശരിക്കും ഞാനത് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള മേക്ക് ഓവർ അല്ലാതെ മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും പെണ്ണാവണം എന്ന് ആഗ്രഹിച്ചു? അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ. അല്ല, അങ്ങനെ നിരന്തരം അതിനോട് ഇഷ്ടം വരില്ലേ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മള് ആ കലയിനോട് സ്നേഹിച്ചു, നമ്മള് ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ആളുകള്. അപ്പൊ നമ്മൾ ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ ഇന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അല്ല, അതല്ല, പെണ്ണാവുന്നൊരു മോശമല്ല, അങ്ങനെ ഇഷ്ടം തോന്നി. അല്ല, അത് എനിക്ക് അതിനോട് എനിക്കിതില്ല. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആവുകയാണെന്നുള്ളതൊന്നും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം എനിക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആവും. അത് നമ്മുടെ മനസ്സാണ്, ഇഷ്ടങ്ങളാണ്. അത് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നി നമുക്ക് അങ്ങനെ ആവാം. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. കൂടുതലായിട്ട് അങ്ങനെയല്ല, നമ്മൾ കൂടുതലും വീഡിയോസ് ഇടുമ്പോ അങ്ങനത്തെ വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ എനിക്ക് തോന്നിയെന്നല്ലേ? അല്ലല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോന്നല്ലേ ചോദിച്ചു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വേറെ ആരെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും. ചോദിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിലെ. സുന്ദരി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, സുന്ദരി ആയിക്കൂടെ, പെൺകുട്ടി ആയിക്കൂടെ, വന്ദനയാണ് കാണാൻ നല്ല, അങ്ങനെയുള്ള ഇതിലൊക്കെ. അതിന് മുന്നേ എന്നോട് വന്നിട്ടുണ്ട് പെൺകുട്ടിയായി കാണാൻ നല്ല ഭംഗി, നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയായിട്ട് കാണുന്നുണ്ട്, ഒരു ഗ്രാമീണ കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സാരി കൊടുത്തു വരുമ്പോൾ ഇതുപോലെ ആയിരിക്കണം പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ അങ്ങനെ നല്ല ഇതുപോലെ ആയിരിക്കണം പെൺകുട്ടികൾ ആവണം. ഞാൻ ഇതുവരെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടീനെ വൾഗറായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് നീറ്റായിട്ട് ഞാനൊരു വയർ കണ്ടെങ്കിൽ അതുകൂടി ഞാൻ പൊക്കി വെച്ചിട്ടാണ് ഇതാവുക. എനിക്കതൊക്കെ ഇഷ്ടമല്ല. എനിക്ക് ഒരു സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചപ്പോൾ എനിക്കൊരു സീന് തരികയാണ്, ജിഷ്ണു നീ ഒരു മോശമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്, നീ അതിട്ടിട്ട് ചെയ്യും. ഒരിക്കലും ഞാൻ ചെയ്യില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. നമ്മളെ നല്ല രീതിയിൽ എന്നോട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടത് പോലും ഈ സാരി ഇങ്ങനത്തെ നല്ല നല്ല ഗ്രാമീണ സുന്ദരിയായിട്ട്. അതുകൊണ്ടാണ് എന്നെ ഇത്രയും ആളുകൾ കയ്യിലെടുത്തതും ഇഷ്ടപ്പെട്ടതും. അപ്പൊ നമ്മൾ അവരെ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ. ഈ മോഡേൺ ഡ്രസ് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യോ? മോഡേൺ ഡ്രസ് ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ തന്നെ ചിലപ്പോൾ മോഡേൺ ഡ്രസ് ഇട്ടുള്ള ആളുകൾ വരും. ഞാൻ മോഡേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത്ര പോകുന്ന ഡ്രസ്സോ ഇത്ര പോകുന്ന അങ്ങനെ കഴുത്തി ഇറങ്ങിയിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടില്ല. കാരണം അങ്ങനത്തെ അല്ലെങ്കിൽ കൈയില്ലാത്ത ഡ്രസ്സോ ഇങ്ങനെ വയറ് കാണിക്കുന്ന ഡ്രസ്സോ അങ്ങനത്തെ ഒന്നും ഞാൻ ഇടില്ല. എനിക്കത് ഇഷ്ടമല്ല. പെൺകുട്ടികൾ ഇടുന്നതിനോട് എന്താ അഭിപ്രായം? പെൺകുട്ടികൾ ഇടുന്നത് അവരെ പേഴ്സണൽ കാര്യമാണ്. എന്നിട്ട് വേണം കേട്ടോ, ഞാൻ എയർലവല്ലേ. അതല്ല, പെൺകുട്ടികൾ വൾഗറായിട്ട് ഡ്രസ് ഇടുന്നതിന് ക്ലീവേജ് ഒക്കെ അത് അവരുടെ ഇഷ്ടങ്ങളാണ്. അത് നമുക്ക് ഒരിക്കലും അതിന് ഇത് പറയാൻ പറ്റില്ല. അത് അവരുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളാണ്. ഗാന്ധിജി നമുക്ക് പണ്ട് ഗാന്ധിജി എന്ന പോലെ നല്ല എപ്പോഴും നടക്കുന്നത്. എന്നാലും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോ മഹാത്മാവിനെ മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവസാനം തുണി ഇല്ലാണ്ട് ആവരുത്. ചരിത്രവും മറക്കരുത്. അതെ, ചരിത്രം മറക്കരുത്. നമ്മള്
തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി വന്നത്. അവസാനം തുണി ഇല്ലാണ്ട് നടക്കേണ്ട അവസ്ഥ. അടുത്ത സമരം അതായിരിക്കും, തുണി ഇടാതെ ഇരിക്കാനുള്ള സമരം. അങ്ങനെ ആവരുത്, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനെ മറക്കരുത്. യോജിപ്പില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അല്ല, നമ്മള് കോസ്റ്റ്യൂം സാരിയാണോ ഇഷ്ടം? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നല്ല സെറ്റ് സാരി കൊടുത്തുള്ള ഒരു കുട്ടി, അപ്പൊ കുട്ടി പറഞ്ഞ പോലെ ഈ ഒരു കുട്ടി, അപ്പൊ ഈ രണ്ട് കുട്ടികളെ നമ്മൾ ഒരുമിച്ച് നിർത്തി, സെറ്റ് സാരി കൊടുത്ത കുട്ടീനെ നിർത്തി, ഇങ്ങനെയുള്ള വൾഗറായിട്ട് നിൽക്കുന്ന കുട്ടീനെ നിർത്തി. എല്ലാവരും നോക്കുന്ന രീതി വ്യത്യാസമായിരിക്കും, മനസ്സിലായോ? നമ്മൾ ഈ സെറ്റ് സാരി കൊടുത്ത കുട്ടീനോട് നമ്മൾ എങ്ങനെ നോക്കും? ഏത് രീതിയിൽ നോക്കും? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രാമീണ കുട്ടി. ഇപ്പൊ എന്നോട് തന്നെ എല്ലാവരും പറഞ്ഞു ഗ്രാമീണ കുട്ടി. പക്ഷെ നമ്മൾ മോശമായിട്ടുള്ള ഒരു ഇങ്ങനെ സ്ത്രീകളെ വൾഗറായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ വയറ് കാണിച്ചിട്ടും ഇപ്പൊ ഇതുപോലെ ഇത് കാണിച്ചിട്ടൊക്കെ നിന്നിട്ട് ഇങ്ങനെ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യും? രാത്രിയിൽ കടന്നിട്ട് അവരെ കാമക്കണ്ണോടും കൂടി നോക്കും. അത് പക്ഷെ തെറ്റല്ലേ? അത് പക്ഷെ ഞാൻ അടിക്കില്ല, അത് പക്ഷെ തെറ്റല്ല. അടിക്കില്ല. ഞാൻ പറയട്ടെ, ഇതാണ് എനിക്ക് ഇതേ പറയാനുള്ളൂ. ഗ്രാമീണ കാണിക്കുന്ന കുട്ടീനെയും വൾഗറായിട്ട് നിൽക്കുന്ന കുട്ടീനെയും നോക്കുന്ന ഇതുണ്ടല്ലോ, വ്യത്യാസങ്ങള്. നമ്മുടെ കണ്ണുകൾ ശരിയല്ല. ഇപ്പൊ എന്താ ഒരു സമരം ഉണ്ടല്ലോ, കുട്ടീനെ ഇത്രയും സമയം കൊണ്ട് നോക്കിക്കഴിഞ്ഞ കേസാന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നോക്കാത്ത ആളുകളുണ്ടോ? ഇപ്പൊ നല്ലൊരു ഗ്രാമീണ കുട്ടി ഇങ്ങനെ അവിടെ നിന്ന് നടന്നു വരുന്നു, ഇത് കൂടെ എങ്ങനെ ഒരു കുട്ടി നടന്നു, നമ്മള് നോക്കുക എങ്ങനെ? ഇങ്ങനെ നോക്കില്ല, ഇങ്ങനെ നോക്കാം. ആണുങ്ങളെ ഒരു പൊതു സ്വഭാവമാണ് കേരളത്തില്. അതെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആണുങ്ങൾ എങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് ആണുങ്ങളെ കുറ്റം പറയുന്നു, അപ്പൊ ആണുങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമുണ്ടല്ലോ. വൾഗർ ചെയ്യുന്നത് തെറ്റല്ല, അത് അവരുടെ ഇഷ്ടങ്ങളാണ്, നമ്മളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കണ്ണ് പറയും, നമ്മള് വായ കൊണ്ട് പറയില്ല, കണ്ണ് പറയില്ലേ? അപ്പൊ അങ്ങനെ ഞാനിപ്പോ അങ്ങനെ ഞാനല്ല, വേറൊരാള് ആ ഒരു ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന അവരെ നോക്കൂ. എങ്ങനെ? ജിഷ്ണു അവരെ സ്വാഭാവികമായി നമ്മൾ നോക്കില്ലേ? ആ കോസ്റ്റ്യൂം ഇട്ടാ നല്ല രസമുള്ള കോസ്റ്റ്യൂം. അപ്പൊ ഒരു പെണ്ണിനെ കാണുമ്പോ എവിടെയാ ആദ്യം മുഖത്തല്ലേ നമ്മൾ നോക്കുക? അപ്പൊ മുഖത്താ ഡ്രസ് ഇടുന്നത് ശരീരത്തിലാണല്ലോ. അപ്പൊ ഇങ്ങനെ മുഖത്ത് ഡ്രസ് കാണല്ല നോക്കണം, ആ കുട്ടി ഐശ്വര്യം കാണാനാ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഡ്രസ്സിലൂടെ അല്ലല്ലോ ഒരാളെ വിലയിരുത്തേണ്ടത്. അല്ല, അത് സത്യമാണ്. ഡ്രസ്സിലല്ല നമ്മൾ ഒരിക്കലും വിലയിരുത്തേണ്ടത്. നമ്മളൊരു മനുഷ്യനെ അവരുടെ ഇടുന്ന കോസ്റ്റ്യൂമിലല്ല വിലയിരുത്തേണ്ടത്. സത്യമാണ്, കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളൊരു സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് ബഹുമാനം കിട്ടും, സ്നേഹം ഉണ്ടാവും, നമുക്ക് ഓടി വന്ന് നമ്മളോട് സംസാരിക്കാൻ വരും. അത് ചിലപ്പോൾ നമ്മുടെ നല്ല കോസ്റ്റ്യൂം കണ്ടിട്ടായിരിക്കും, നമ്മളുടെ സംസാരം കണ്ടിട്ടായിരിക്കും. അതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി. എന്താണ്? അവരിടുന്ന കോസ്റ്റ്യൂം, അവരിടുന്ന സംസാരം, അവർ സംസാരിക്കുന്ന രീതി, അവർ പെരുമാറുന്ന രീതി, അതാണ് അവരുടെ പേഴ്സണാലിറ്റി. അപ്പൊ അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുമ്പോഴാണ് അവർ നമുക്ക് തരുന്ന ബഹുമാനം. ഇപ്പൊ ഒരു കൂട്ടം സ്ഥലത്ത് മോഹൻലാലും സാറും മമ്മൂട്ടി സാറും വരുന്നു, നമ്മളെല്ലാവരും അവരെ കാണുന്നു, അവരെ കാണാൻ ഭയങ്കര അത്ഭുതമായിട്ടുള്ള എല്ലാവരും നോക്കുന്നു. എന്തുകൊണ്ടാണ്? അവരിടുന്ന കോസ്റ്റ്യൂം, അവരുടെ ഭംഗി, അവരുടെ സ്കിന്ന്. ഇപ്പൊ നമ്മുടെ മമ്മൂക്കൊക്കെ എത്ര വയസ്സായിട്ടും എന്താ സ്കിന്നിന്റെ ഒക്കെ ഇത് അല്ലേ? അപ്പൊ അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ്യൂം, അവരുടെ സംസാരിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരെ അറിയണമെങ്കിൽ നമ്മളുടെ രീതികളും കാര്യങ്ങളും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ടാവും ജീവിതത്തിൽ. കാരണം നമ്മൾ നമ്മുടെ റൂമിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇടാൻ ചിലപ്പോൾ ഇടാണ്ടിരിക്കാം, അത് നമ്മുടെ പ്രൈവറ്റ് സ്ഥലമാണ്. പക്ഷെ നമ്മളൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ പൊതുജനം പല വിധന്നാ. അപ്പൊ നമുക്ക് എല്ലാവരുടെ പേഴ്സണൽ ഇഷ്ടത്തിന് നമുക്ക് നടക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുഴപ്പമില്ലാത്ത, നിങ്ങൾ നല്ല എത്രയോ ഇതില് സാരികളുണ്ട്, ചുരിദാറുകളുണ്ട്. ഇതൊന്നും തന്നെ ഇപ്പോ ഇടുന്നത് സാരി. അണിറോസിന് എന്താ കുഴപ്പം? അണിറോസ് സൂപ്പർ അല്ലേ? സാരി എടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് പേര് സാരിയാണ് ഏറ്റവും മാത്രം എടുത്തു. സാരിയാണ് ഏറ്റവും വൾഗറായിട്ട് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഓരോ രീതിയിൽ സാരി എടുക്കുന്നത് ഇങ്ങനെയായിട്ട്. അതെ, അതൊരു മോഡലാണ്. പക്ഷെ ഞാൻ പറയട്ടെ, അത് ഒരു ശരീരം. എനിക്ക് എന്റെ ശരീരത്തിന് ഏത് കോസ്റ്റ്യൂം ഇടണം, നമ്മുടെ ശരീരത്തിന് നമ്മൾ ഏത് കോസ്റ്റ്യൂം ഇട്ടല്ല ഭംഗി ഉണ്ടാവുക, അത് നമ്മൾ അറിയണം. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ഒരാളെ അളക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂമുകൾ ഉണ്ടല്ലോ. വസ്ത്രധാരണത്തിലാണോ സംസാരത്തിലാണോ പേഴ്സണാലിറ്റി വരുന്നത്? വസ്ത്രധാരണത്തിലാണോ നമ്മുടെ സംസാര രീതിയിലാണോ പേഴ്സണാലിറ്റി? എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളിടുന്ന കോസ്റ്റ്യൂം. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ പുതിയ 2000-ന്റെ 3000-ന്റെ ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ പറയില്ല, 10,000-ന്റെ ഡ്രസ്സ് ഇടണമെന്ന് പറയില്ല. ഉള്ള ഡ്രസ്സ് കീറിയതാണെങ്കിൽ അത് തുന്നി കൂട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി കാണിക്കാൻ പറ്റും. അല്ലേ? അത് സ്ക്രാച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ്യൂമുകൾ ഇത് ആണെങ്കിൽ കൂടി
കോസ്റ്റ്യൂമുകളിൽ നമുക്ക് ഒരാളുടെ അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി നടക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഹെയറിൽ പോണെങ്കിൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇടാം. ഇല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകണം, കുടുംബമായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവര്, ഇത് മാത്രല്ല, ഈ കോസ്റ്റ്യൂം മാത്രല്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയുണ്ട്, കുടുംബക്കാരും ഉണ്ട്, എന്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മള് നാണം കെടുത്തുന്ന രീതി ചിലപ്പോൾ അവർ ഇട്ടോളാൻ പറയും. പക്ഷെ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ പറയും എന്താ, എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനോ എന്റെ ഏട്ടന്മാർക്കോ എന്റെ അനിയത്തിക്കോ ഒരു ഞാൻ കാരണം സമൂഹത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അപ്പൊ എന്തുണ്ടാവും, നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂമിൽ മാറ്റം വരും. ഇനി നിങ്ങൾ അങ്ങനെ നടന്നു വിചാരിച്ചിട്ട് ഒരു തെറ്റുമില്ല, പക്ഷെ സമൂഹത്തിന്റെ ഓരോ കണ്ണുകൾ അത് നേരത്തെ പറഞ്ഞു, ക്യാമറ കണ്ണുകളായിരിക്കും. അതിപ്പോ ആണുങ്ങളാ, പെണ്ണുങ്ങൾ അങ്ങനെ നോക്കാറും പിടിക്കാറും ഒന്നുമില്ല. ആര് പറഞ്ഞു? പെണ്ണുങ്ങളാണ് ഏറ്റവും നോക്കുന്നത് ഞാൻ പറയുള്ളൂ. ഞാൻ ഏറ്റവും നോക്കുന്ന പെണ്ണുങ്ങളാ. കാരണം ഇവളുടെ കോസ്റ്റ്യൂം എവിടുന്ന, അടുത്ത നാളെ നോക്കും, ഫോട്ടോ എടുക്കും, ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് സെർച്ച് ചെയ്യും ഇത് ഏത് കോസ്റ്റ്യൂമാണ് അല്ലെ. അപ്പൊ പെൺകുട്ടികൾ വേറെ രീതിയിലൊന്നും പെൺകുട്ടികളെ നോക്കാറില്ല. അത് സത്യം ആയിരിക്കും. അപ്പൊ അത് കോസ്റ്റ്യൂമുകളിൽ നിന്നൊക്കെ നമ്മുടെ കോസ്റ്റ്യൂമുകൾ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഏത് നാടൻ പെൺകുട്ടിയെ പ്രണയിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള പ്രണയം ഉണ്ടോ? എനിക്ക് പ്രണയമൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രണയിക്കുകയാണെങ്കിൽ നല്ല നാടൻ പെൺകുട്ടീനെ പ്രണയിക്കുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുടുംബമായിട്ട് ജീവിക്കാനാ ഞാൻ പെൺകുട്ടീനെ, അല്ലാണ്ട് എന്റെ ഭാര്യനെ ഞാനൊരു വലിയ മോഡലായിട്ട് നിർത്താനല്ല ഞാൻ എന്റെ ഭാര്യനെ നോക്കുന്നത്. എന്റെ ഭാര്യനെ ഞാൻ എന്റെ കുടുംബത്തിലെ എന്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എനിക്ക് സ്നേഹിക്കാനും എന്റെ ഭാര്യയ്ക്ക് സ്നേഹിക്കാനും പറ്റുന്നത്. ഈ ഡ്രസ്സിൽ എന്താ കുഴപ്പം? നല്ല ഡ്രസ്സല്ലേ, നല്ല ഡ്രസ്സല്ലേ അല്ലേ, നല്ല ഡ്രസ്സല്ലേ. അപ്പൊ ഇതൊക്കെ നല്ല ഡ്രസ്സാ. അപ്പൊ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, നാടൻ കുട്ടി എന്ന് പറയുന്നത് സെറ്റ് സാരി ഉടുത്ത നാടൻ കുട്ടി സ്വഭാവം എങ്ങനെയാണ് പോക്കാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മനസ്സ്. ഞാൻ പറയില്ലേ, അവളൊരു അഭിനേതാവോ അല്ലെങ്കിൽ മോഡലോ എന്തോ ആയിക്കോട്ടെ, എത്രയോ മോഡൽസ് ഉണ്ട്, ഒരു ഭാഗം കാണിക്കാത്ത എത്രയോ മോഡൽസ് ഉണ്ട്. ഞാൻ പറയണെങ്കിൽ എൻ്റെ വൈഫിനെ എനിക്ക് നല്ല രീതിയിൽ കാണണം എന്നാണ് ആളുകളുടെ ഇഷ്ടമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്ന പോകുന്ന പെൺകുട്ടി നല്ല രീതിയിലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനത്തെ ഇട്ടാലേ എന്നെ മോഡലാക്കൂ, അങ്ങനെയല്ല. മോഡൽസ് പൊതുവെ അത് അവർ കൊടുക്കുന്ന കോസ്റ്റ്യൂം, അവർ കൊടുക്കുന്ന അല്ലാണ്ട് നല്ല കോസ്റ്റ്യൂം എടുത്തിട്ട് നടക്കുന്ന എത്രയോ റാമ്പിലൊക്കെ നടക്കുന്ന എത്ര പേര്. ഇപ്പൊ നമ്മുടെ കല്യാൺ സിൽസിന്റെ അതുപോലുള്ള വലിയ ഇവരുടെ ഒക്കെ സാരിന്റെ പരസ്യങ്ങൾ എത്ര പോലെ ചെയ്യുന്നു, അതൊക്കെ മോഡൽസ് അല്ലേ. അപ്പൊ ഇപ്പൊ ഞാനൊരു മോഡലിനെ എടുത്ത് പറയുന്നില്ല, എന്നാലും അങ്ങനെയുള്ള ഒരുപാട് ഫേമസ് ആയിട്ട് നമുക്ക് മോഡലിംഗ് ചെയ്യാം. നമുക്ക് മോഡലിംഗ് എന്ന് പറയുന്നത് മോശം കാര്യമല്ല, അഭിനയം പറയുന്നത് മോശ കാര്യമല്ല. നമ്മൾ എങ്ങനെ ഇരിക്കുന്നു നമ്മൾ നോക്കണം. എൻ്റെ അടുത്ത് ഇരിക്കുന്നവൾ അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ ആവണം എന്നല്ല, ഞാൻ എങ്ങനെയാണെന്ന് എന്നെ ഞാൻ വിലയിരുത്തണം. എന്നിട്ട് അവള് നല്ലതാണോ ചീത്തയെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് അവളുടെ പേഴ്സണൽ കാര്യമാണ്, അവളുടെ പേഴ്സണാലിറ്റി. എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, അത് ഞാൻ അങ്ങനെ ഇരിക്കണം. ഇപ്പൊ ഒരാളുടെ കൂടെ ഞാൻ നടന്നു എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി മോശമാണെന്നോ അല്ലെങ്കിൽ ആ കുട്ടി നല്ലതാണെന്നോ ഞാൻ പറയില്ല. നമ്മള് നമ്മുടെ കാര്യം നോക്കുക, ആ കുട്ടിയുടെ കാര്യം നോക്കണം. ആ കുട്ടി ജീവിക്കണം. കല്യാണം കഴിച്ച രണ്ടാളും കാര്യം നോക്കാം. അത് അല്ല, അങ്ങനെയല്ല പറഞ്ഞില്ല. നമ്മൾ ഒരു കല്യാണം കഴിക്കുന്ന നല്ല മനസ്സ്, നമ്മൾ കുടുംബത്തിലേക്ക് ചേരും, നമ്മുടെ കുടുംബം നോക്കിയിട്ട് നമ്മൾ കല്യാണം കഴിക്കും. കുടുംബിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മോഡലായിക്കോട്ടെ, അഭിനയ എല്ലാത്തിനും ഞാൻ വിടും. പക്ഷെ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂമുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സമൂഹത്തിന്റെ കണ്ണ് ഇതുപോലെ സൂം ചെയ്ത് നോക്കില്ല, അത്രേ ഉള്ളൂ. എന്റെ ഭാര്യ ആരും നോക്കരുത്, വേറെ അങ്ങനെ എന്റെ ഭാര്യ നോക്കട്ടെ, എന്റെ ഭാര്യനെ നോക്കണേ കൊണ്ട് പ്രശ്നമില്ല. എന്റെ ഭാര്യനെ മോശമായി നോക്കുമ്പോൾ, ഇപ്പോ അങ്ങനെ മോശമായി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു, അല്ലെങ്കിൽ എന്റെ ഭാര്യനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു കമന്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എന്തായാലും സങ്കടമില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കരുത്. അപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഏറ്റവും നല്ലതായിരിക്കണം. അതിൽ ഇടുകയാണെങ്കിലും ഇങ്ങനെ കുറച്ച് മോഡേൺ ആണെങ്കിൽ കൂടി അത് ഓവർ മോഡേൺ. ഇപ്പൊ ഗാന്ധി അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത അവസാനം ഇല്ലാണ്ടാക്കാനുള്ള സമരം ഉണ്ടാക്കേണ്ട അവസ്ഥ. കാരണം ഇനിയില്ലേ ജിഷ്ണു, ഈ വീഡിയോ കാണുമ്പോ ഇനി ഒരുപാട് പെൺപിള്ളേര് പ്രപ്പോസലുമായിട്ട് വരും, ചിലപ്പോ തെറിവിളിയും വരും. തെറിവിളി ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഒരു പെൺകുട്ടീനെ മോശമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം എപ്പോഴും നല്ലതാവണം കുട്ടികളെ, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സൂമിങ്, ക്യാമറ സൂമിങ് വലുതായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അവിടെ നിന്ന് കണ്ടു, ഇവിടുന്ന് കണ്ടു, ക്യാമറ. ഇപ്പൊ ഒരുപാട് പേര് എന്നെ ഞാൻ ഇടുന്ന കോസ്റ്റ്യൂം എന്നെ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ വീഡിയോ വൈറലാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അടിയിലായിരിക്കും ക്യാമറ, ഇല്ലെങ്കിൽ മുകളിലായിരിക്കും ക്യാമറ. ഇങ്ങനെയായിരിക്കും
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ക്യാമറ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ ആരെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര വലിയൊരു ഹണി റോസ് എന്ത് തെറ്റ് ചെയ്തു? നല്ല കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്ന ഹണി റോസിന്റെ ക്യാമറ എവിടെ ആയിരിക്കും? ആകാശത്തായിരിക്കും അല്ലെങ്കിൽ അടിയിലായിരിക്കും. പക്ഷെ ഞാൻ ഡ്രസ്സിന്റെ അളവ് കുറയുമ്പോ ഇപ്പൊ ക്ലീവേജ് ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കര മാർക്കറ്റിംഗ് ആണ്, റീച്ച് കൂടും, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? റീച്ചിന് നമ്മൾ ചെയ്യണമെങ്കിൽ റീച്ചോടെ ചെയ്തോട്ടെ. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് അത് പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത്രയും സമൂഹം നമ്മൾ ഈ റൂമിൽ നിന്ന് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് ഇത് കാണുന്നത് എവിടുന്ന? ഇത്രയും ജനങ്ങളാണ്. നമ്മുടെ റൂമിൽ ആരും കാണിക്കാണ്ട് വാതിൽ കുറ്റിയിട്ടാവും ഈ കുട്ടി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇത് കുറ്റിയിട്ട സാധനം പിറ്റേ ദിവസം വൈറലാ, പിറ്റേ ദിവസം അല്ലേ? അപ്പൊ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് കോസ്റ്റ്യൂം ഇടണം. അളവ് കുറയ്ക്കുന്നത് തെറ്റല്ല, അളവ് അധികം കുറയ്ക്കുന്നതാണ് ഇതിന്. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം നമ്മൾ അളവ് കുറച്ച് ഇല്ലാണ്ടാക്കരുത്. നമ്മള് അന്യദേശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അന്യദേശക്കാര് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മുടെ കേരളത്തിന്റെ ബ്യൂട്ടിഫുള്ളും നമ്മുടെ കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയും അതിലത്തെ പെൺകുട്ടികളെയും കണ്ടിട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇതേപോലത്തെ സാധനം കാണണമെങ്കിൽ അവിടെ ഇരുന്നാ പോരെ, അവിടെ കടലിന്റെ ഇവിടെ ഇരിക്കണ്ടാവില്ല ഇങ്ങനെ കയ്യും പാരത്തിട്ട്, അപ്പൊ അവിടെ ഇരുന്നാ പോരെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തില് ആളുകൾ നമ്മളെ കാണാൻ വരുന്ന നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ തനിമ, അവര് നമ്മള് വരുമ്പോ തന്നെ ഇങ്ങനെ പൂവും പുഷ്പമൊക്കെ ഇട്ടിട്ടാണ് സ്വീകരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അവർക്കുള്ള സന്തോഷം. അവരിവിടെ വരുമ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഇംഗ്ലീഷുകാര് ആണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ വരുമ്പോണ്ടല്ലോ സെറ്റ് സാരി കൊടുത്ത് എത്ര പെർഫെക്റ്റ് ആയിട്ടാ കാണാൻ, ഭംഗിയായിട്ടാ മുല്ലപ്പൊക്കെ ചെയ്ത് ഭംഗിയെ കാണാൻ അല്ലേ? അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ. അവിടെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിട്ടിട്ട് ഇവിടെ കിടക്കണതാണോ? അത് ഇവിടെ കിടക്കുന്നതും അവിടെ കിടക്കുന്നതും വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതെ അവര് മാന്യമായിട്ടാണ്. പക്ഷെ അവിടെ ആ കൺട്രിയില് ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ ഇവിടുത്തെ കൺട്രി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കുറവുള്ള ആളുകളുണ്ട്, എഡ്യൂക്കേഷൻ കുറവുള്ള ആളുകളുണ്ട്, അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂമുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇടുന്ന കോസ്റ്റ്യൂമുകൾ നല്ല രീതിയിൽ ഇടുമ്പോൾ നമ്മളെ സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലെ? നമ്മളെ സമൂഹത്തിലെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മളുടെ അമ്മമാർ ഇഷ്ടപ്പെടും. അമ്മമാര് സീരിയലിൽ ഓരോ പെൺകുട്ടികളെ പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല സീരിയലോ ഒന്നും വൾഗറായിട്ട് ചെയ്യില്ല. അപ്പൊ അത്രയും കുഴപ്പമില്ലാത്തൊരു കയ്യില്ലാത്തൊരു കോസ്റ്റ്യൂം ഇട്ടാൽ പോലെ തന്നെ വീട്ടിലെ അമ്മമാര് പറയും, എന്ത് പെണ്ണത്, എന്തിനാ ഇത് കോസ്റ്റ്യൂം? ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പേര് അങ്ങനെ പറയുന്ന വീഡിയോസ് അടക്കം കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂമുകൾ നന്നാവാത്തോണ്ടാണ്. അപ്പം ഇനിയിപ്പോ കോസ്റ്റ്യൂം നന്നായി ഇട്ടാൽ പോലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന ഓരോ ക്യാമറയും കൊണ്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ പിന്നാലെ ഉണ്ടാവും 10-20 ക്യാമറമാര്. അപ്പൊ ഈ ക്യാമറയുടെ ഇത് ഇങ്ങനെ ആവില്ല, ക്യാമറയുടെ ഫോക്കസ് ഇങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പൊ എന്റെ ക്യാമറ മുന്നിൽ എന്റെ ഫേസ് ആണ് വെച്ചിരിക്കുന്നത്, നിന്റെ ഫേസ് ക്യാമറ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ക്യാമറ ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കണോ അതോ മുകളിൽ നിന്ന് എടുക്കുമോ? അങ്ങനെയൊക്കെയാണ്. ചിലപ്പോ ഈ മറ്റേ തോട്ടിക്കോലൊക്കെ വെച്ചിട്ട് മുകളിൽ എങ്ങനെയാണ് ക്യാമറ നോക്കണ, ക്യാമറ മുകളിലോട്ടാ. അപ്പൊ ഈ ഹണി റോസിനും ഇവർക്കും ഇതുപോലെയുള്ള വലിയ ആർട്ടിസ്റ്റുകൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ മാന്യമായിട്ടാണ് വരുന്നത്. സാരി ആണെങ്കിലും ഇടുന്ന ഡ്രസ് ആണെങ്കിലും മാന്യമായിട്ടാണ് വരുന്നത്. യോജിപ്പില്ലാതോ? എന്താ യോജിപ്പില്ലാത്ത? ഹണി റോസ് സാരി കൊടുക്കണില്ലേ, ചുരിദാർ ഇടുന്നില്ലേ, എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? നീറ്റായിട്ടല്ലേ വരുന്നത്. ഞാൻ പറയണത് കോസ്റ്റ്യൂം ഇടുന്നേ കൊണ്ടല്ല ഇവിടെ പ്രശ്നം, നമ്മുടെ ക്യാമറയുടെ പോക്കാണ് പ്രശ്നം. അത് സോഷ്യൽ മീഡിയയിൽ വരുന്നു, അവര് മോശമായി ചിത്രീകരിച്ചു ആളുകള്. ക്യാമറയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ക്യാമറ പ്രശ്നമാണ്. കാരണം ക്യാമറ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഇതുപോലെ ഇരുന്നിട്ട് എടുത്തൂടെ? എന്താ എടുക്കാത്തത്? ഇപ്പൊ ആളുകൾക്ക് എന്ത് വേണം? ഇത് കണ്ടാലേ വൈറലാവുള്ളൂ, അതുകൊണ്ട്, അല്ലെങ്കിൽ ബാക്ക് കണ്ടാലേ വൈറലാവുള്ളൂ. ഈ ബാക്ക് നോക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? ഇത് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം വെറുതെ കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ജീവിതങ്ങൾ. അപ്പൊ നമ്മൾ മാന്യമായിട്ട് പറയും. ശോഭന മാം എന്താണ്, ഡാൻസ് നല്ല മാന്യമായി ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ എന്താ പറയാ, ക്യാമറ ആരും ഓൺ ആക്കരുത്, മൊബൈൽ ക്യാമറ ഓഫ് ആക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവരുടെ പേഴ്സൺ, അതാണ് മാന്യത. ഇപ്പൊ നമ്മളൊരു കോസ്റ്റ്യൂം, നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ പോയി. അപ്പൊ നമ്മൾ ആദ്യമേ അവരോട് പറയണം, എന്റെ വീഡിയോ നിങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ സമ്മതിച്ചാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്താ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ ഇവിടുന്നുള്ള പ്രമോഷനാണോ നമ്മൾ പറയുന്നത്? നമുക്ക് അതല്ലല്ലോ പ്രമോഷൻ, നമ്മുടെ ഫേസിലുള്ള പ്രൊമോട്ട് ചെയ്യാനല്ലേ അവര് വരുന്നത്.
അപ്പൊ ജനങ്ങൾ അവരെ കാണാനാണല്ലോ വരുന്നത്. ജനങ്ങൾ കാണാൻ വരുമ്പോ ജനങ്ങൾ കാണുന്നത് എവിടെ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു ഉദ്ഘാടനം വൈറലാവുന്നത് എവിടെ? വൈറലാവുന്നത് നമ്മുടെ പാലക്കാടും കൊച്ചി എറണാകുളം. അതുകൊണ്ടാണല്ലോ പ്രൊമോഷൻ. ഞാനൊരു കാര്യം പറയട്ടെ, പ്രൊമോഷൻ അങ്ങനെയാണെങ്കിൽ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ആരെയോ വെച്ച് പ്രൊമോഷൻ ചെയ്തൂടെ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ മാത്രം വിളിക്കുന്നത്? ഇപ്പൊ ഇന്നെ വിളിക്കുകയാണെങ്കിലും ഹണി റോസിനെ വിളിക്കുകയാണെങ്കിലും വ്യത്യാസമുണ്ട്. ഹണി റോസിനെ വിളിക്കുമ്പോൾ ഹണി റോസ് നല്ല കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു ക്യാമറ നോട്ടം കാരണം ഈ ലോകമെമ്പാടും ഹണി റോസ് വലിയൊരു സംഭവമാണെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ വേറൊരു സിനിമ നടി വലിയൊരു സംഭവമാണ്. പക്ഷെ ഹണി റോസ് എന്താ ചെയ്യുന്നത്? നല്ല രീതിയിലുള്ള ഡ്രസ് ചെയ്തിട്ടാണ്. അന്നരാജന ആണെങ്കിലും ഇവര് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഇപ്പോഴും പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. സമൂഹങ്ങള് നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ ഇടണം. ഞാൻ പറഞ്ഞില്ല, അത് പേഴ്സണാലിറ്റി, ഒരാളുടെ അത് നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരെ അറിയുന്ന സ്ഥലമല്ലേ അത്. നമ്മൾ എന്താന്ന് അറിയാനല്ലേ ആളുകൾ വരുന്നത്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നത്. ഞാൻ കാര്യം പറ്റേ, അന്നരാജൻ ഇപ്പൊ നല്ലൊരു കോസ്റ്റ്യൂം സെറ്റ് സാരി കൊടുത്താലും ആളുകൾ വരും. ഇപ്പൊ ഹണി റോസ് സെറ്റ് സാരി കൊടുത്താലും ആളുകൾ ഇഷ്ടം പോലെ വരും. നമ്മൾ എന്തുകൊണ്ട് വരുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എത്രയോ പെൺകുട്ടികൾ സെറ്റ് സാരി ഉടുത്തിട്ടും നല്ല കോസ്റ്റ്യൂം ഇട്ടിട്ടും വൈറലായിട്ടുണ്ട്. എത്ര പേര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ കണ്ടെടുത്തോളം വൈറൽ ആവുന്നതിൽ ഓരോരോ അളവുകോലുകളുണ്ട്. അത് ഡ്രസ്സിന്റെ അളവ് അനുസരിച്ചിട്ടാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. അതിൽ വേറിട്ട് നിൽക്കുന്നത് മഞ്ജു വാര്യർ, ഇപ്പൊ ശോഭന, അങ്ങനെയുള്ളവരൊക്കെ. മഞ്ജു വാര്യർ, അതെ അത് പറയട്ടെ, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ഇവരൊക്കെ വരുമ്പോ ആളുകളില്ലേ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് അവരുടെ എന്താ പറയാ, അത്രയും വലിയ താരങ്ങളായതുകൊണ്ട്. താരമല്ലാന്നാണോ പറയുന്നത്? അണിറോസ് സിനിമയിൽ അഭിനയിക്കുന്ന നായികയില്ലേ, അവരെന്താ അവര് താരല്ലേ? ഓക്കെ, അത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയിച്ചവരെല്ലാം താരാവണമെന്നില്ലല്ലോ. അതെന്താ? അത് താരാണോ? അല്ല അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനല്ല, നമ്മള് അഭിനയിച്ചത് ഒരു സിനിമയോ 2 സിനിമയോ 3 സിനിമ എന്നല്ല. ഒരു സിനിമയിൽ അഭിനയിച്ച താരാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നിൽക്കുന്നവര് താരാണ്. അവരൊക്കെ അവരുടെ കഴിവാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഷർട്ട് ഊരിയിട്ട് ഞാൻ കുമ്പിട പോണ ദൈവം പറഞ്ഞിട്ട് കളിച്ചു കഴിഞ്ഞാൽ ലൈക്ക് വേണമെന്ന് ഞാൻ പറയില്ല. പെൺകുട്ടികൾ സാരി അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ലൈക്ക് വേണമെന്ന് ഒരിക്കലും ഇൻസ്റ്റാഗ്രാം നോക്കി ഏതിലാണ് ലൈക്ക് കൂടുതലെന്ന്. അതന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ. ഇങ്ങനെ വൾഗർ അത് നമ്മളെ ഇഷ്ടം കൊണ്ടല്ല വൈറലാവണം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ കല കൊണ്ടോ അല്ല അത് വൈറലാവണത്. ഇങ്ങനെ ഒരു ഈ സൂമിങ്ങും കാര്യങ്ങളും ഒരു ഉദ്ഘാടനത്തിൽ വരുമ്പോൾ മാന്യമായി വീഡിയോ എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതെനിക്ക് പറയാനുള്ളത്. മാന്യമായി അല്ല, കോസ്റ്റ്യൂം ഇടുന്നത് ഇതാണെന്നല്ലേ പറയുന്നത്. കോസ്റ്റ്യൂം ഇടുന്നതിന് അളവ് കുറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ക്യാമറ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവര് ആദ്യം നമ്മൾ പറയണം, ഈ ക്യാമറ ഇവിടെ വെക്കില്ല, ഇവിടെയാണ് വെക്കേണ്ടത് എന്ന് പറയണം. അത് പറയാനുള്ള നാവ് നമുക്ക് ദൈവം തന്നിട്ടില്ലേ? സംസാരിക്കാനും ഫുഡ് കഴിക്കാനും നാവ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾക്ക് എവിടെ നിന്ന് ക്യാമറ വരുന്നോ ആ ക്യാമറ ചെയ്യുന്ന ആളോട് പറയണം സ്റ്റോപ്പ്, ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാന്യമായിട്ട് ഇവരൊക്കെ എടുക്കുന്നത് പോലെ മാന്യമായിട്ടുള്ള രീതിയിൽ എടുക്കൂ എന്ന് നമ്മൾ പറയണം. അപ്പൊ നമ്മൾ ഈ ക്യാമറ മുകളിലോട്ട് താഴത്തോട്ട് വെക്കുമ്പോ വൾഗർ സാധനമാണ് ഇവര്. അതല്ല, നമ്മൾ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ആ ചിത്രീകരിക്കുന്ന മോശം സാധനങ്ങളാണ് ഈ ആളുകള് ഇത് പ്രസന്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഈ ആർട്ടിസ്റ്റുകളൊക്കെ മോശമായിട്ടാണ് ആളുകൾ കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. ഒരാളുടെ കോസ്റ്റ്യൂം, ഞാൻ ഇപ്പോഴും പറയും, ഒരാളുടെ കോസ്റ്റ്യൂമിൽ അവര് എടുക്കുന്ന ക്യാമറ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ക്യാമറയുടെ കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ആണുങ്ങള് ഉദ്ഘാടനത്തിന് കുറയുന്നത്, പെൺകുട്ടികൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? ആണുങ്ങള് ഉദ്ഘാടനം ചെയ്യുന്ന ഷോപ്പുകൾ പെൺകുട്ടികൾക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് പെൺകുട്ടികൾക്ക് കൂടുതൽ ഐശ്വര്യം. ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾക്ക് നല്ല ഐശ്വര്യമാണ്. എത്രയോ താരം. ഇപ്പൊ ഞാൻ ആണുങ്ങള്, ഞാൻ ഇപ്പൊ സീരിയലിൽ അഭിനയിച്ചപ്പോ തന്നെ എന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചില്ലേ? ഞാൻ ഉദ്ഘാടനം ചെയ്തില്ലേ? ഞാൻ സീരിയലിന്റെ മുന്നേ തന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ മെഹന്തി ബ്രൈഡൽ റെന്റൽസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറയട്ടെ, റേറ്റിംഗ് കൂടാൻ ഇവര് ക്യാമറ ഈ സോഷ്യൽ മീഡിയയിലാണ് ഇവരൊക്കെ താരാവുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടെ ഞാൻ താരായതാ. എല്ലാവരും സോഷ്യൽ മീഡിയ കൂടെ. പക്ഷെ നമ്മുടെ ക്യാമറ, അവരിപ്പോ അണിറോസ് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന വീട്ടിലിരിക്കുമ്പോൾ, അണിറോസ് സ്വന്തമായി വീട്ടിലിരിക്കുമ്പോൾ ക്യാമറ എങ്ങനെയാ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ക്യാമറ എങ്ങനെയാ, നല്ല രീതിയിലെ ക്യാമറ. അപ്പൊ നമുക്കൊരു വൾഗർ തോന്നുന്നുണ്ടോ? ഇല്ല. അത് വൾഗർ തോന്നുന്നത് ആ ക്യാമറയുടെ പൊസിഷൻ ശരിയാവാത്തോണ്ടാ. അത് നമ്മൾ പറഞ്ഞ് നല്ല പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ നല്ല വീഡിയോ ആയിരിക്കും.
അപ്പൊ നമ്മള് വൈറലാക്കുന്നത് വൈറലാവുന്നത് ദൈവത്തിന്റെ ഒരു ഭാഗ്യമാണ്. നമുക്ക് അങ്ങനെ വൈറലാവണമെന്നെങ്കിൽ അങ്ങനെ ആവാം, ഇങ്ങനെ വൈറലാവണമെങ്കിൽ ഇങ്ങനെ ആവാം. അത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കാര്യങ്ങളും. ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായി. എല്ലാവർക്കും ശരിയാക്കണം ക്യാമറയുടെ പോർഷൻ മാത്രമല്ല, നമ്മുടെ കോസ്റ്റ്യൂം ഇടുന്ന കാര്യങ്ങൾ കുറയ്ക്കുന്നത് കുറച്ച് കൂട്ടണം. അത് ഇനി കുറയ്ക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും കുറയ്ക്കുന്നത് മോശമായി പറയില്ല. പക്ഷെ മറ്റുള്ളവർ ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇത് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞതല്ല, നിങ്ങളെ പോസിറ്റീവ് പറഞ്ഞതാണ്. ഇപ്പൊ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ആൺകുട്ടികൾ, ഇപ്പൊ നടന്മാരായിക്കോട്ടെ, ഒരുപാട് മോഡൽസ് എല്ലാരും 6 പാക്ക് കാണിച്ചിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് അതേ രീതിയിൽ തന്നെയല്ലേ പെണ്ണുങ്ങളും ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ആണുങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ അഭിപ്രായം? ഞാൻ അതാ പറഞ്ഞത്, ആൺകുട്ടികളുടെ ശരീരവും പെൺകുട്ടികളുടെ ശരീരവും വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുണ്ട് ഇല്ലേ? ഇപ്പൊ ആണുങ്ങൾ പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ, ഇത് കാണിക്കാതിരിക്കാൻ ഉള്ളിൽ കൂടെ കുറെ ഡ്രസ്സുകൾ ഉണ്ട്. അത് ആണുങ്ങൾ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ടോ? എന്നാ ആണുങ്ങൾക്കും അത് ഇട്ടിട്ട് നടന്നാ പോരെ? അത് കാണാതിരിക്കാൻ. അപ്പൊ ആ വ്യത്യാസം നമ്മൾ മറ്റുള്ളവർ കാണിക്കരുത്. അത് കാണിക്കാതിരിക്കാനും കൂടിയാണ് നമ്മൾ സമൂഹത്തിൽ നമ്മുടെ അമ്മമാരാണെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഓരോ കോസ്റ്റ്യൂമുകൾ. അപ്പൊ നമ്മുടെ ആൺകുട്ടികളുടെ ശരീരം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ശരീരം. ആണുങ്ങളുടെ ഇവിടെ കാണുന്നതും പെണ്ണുങ്ങൾ കുറച്ചൊക്കെ മാംസത്തിന് തടിപ്പ് കൂടുതലാണെന്നല്ലേ ഉള്ളൂ. അതെ. ആ തടിപ്പ് കാണാതിരിക്കാനാണ് നമ്മള് കോസ്റ്റ്യൂം. ഗാന്ധിജി അപ്പൂപ്പന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഗാന്ധിജി അപ്പൂപ്പനെ പിടിക്കാൻ കോസ്റ്റ്യൂം ഇടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. പണ്ട് ഇതുപോലെ ആയിരുന്നു മാറുമറക്കൽ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിട്ടാ? പക്ഷെ ഇത് ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. സമൂഹം ഇപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എങ്ങനെ നടക്കണം. ആണുങ്ങൾ അത് ചെയ്യുന്നതും പറയുമ്പോ അതൊരു തെറ്റാണെന്നല്ല. ഇല്ല, ഞാൻ തെറ്റാണെന്നല്ല, ഇപ്പോഴും ഞാൻ അവരുടെ ഇഷ്ടങ്ങളാണ്. നിങ്ങൾക്ക് അവരുടെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം. പക്ഷെ സമൂഹത്തിലെ ആളുകൾ നോക്കുന്ന രീതി വേറെ ആയിരിക്കും. പെണ്ണുങ്ങൾ ആണുങ്ങളെ എങ്ങനെ നോക്കിയാൽ കുഴപ്പമില്ല. അങ്ങനെയല്ല, ആണുങ്ങൾ നോക്കുന്നത് തെറ്റ് തന്നെയാണ്. ആണുങ്ങളോട് പറയാ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾ ഇങ്ങനെ ഇപ്പോഴും ഇഷ്ടം പോലെ പേര് നടക്കുന്നുണ്ടാവും, ഇഷ്ടം പോലെ രീതിയിൽ അത് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അവന് അത് ഇഷ്ടമാണെങ്കിൽ, അവന്റെ ഇഷ്ടം അതാണെങ്കിൽ, അവന്റെ ഇതിൽ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവനത് നടന്നോട്ടെ. ഞാൻ ഇപ്പോഴും അവർ നടക്കണേ കൊണ്ട് പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും ഞാൻ അവർ നടക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിപ്പോ ആണിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പെണ്ണിന്റെ ഭാഗത്ത് അതെ, അത് നിങ്ങൾ ഫേസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം. നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ നിങ്ങളുടെ അച്ഛനുണ്ട്, പെങ്ങളുണ്ട്, ഏട്ടന്മാര്, അനിയത്തിമാര്, ഇവർക്ക് ഒരു പ്രോബ്ലം വരികയാണ്, നിങ്ങൾ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ട് പ്രോബ്ലം വരികയാണെങ്കിൽ ഓക്കെ. പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ കണ്ടിട്ട് ആളുകളെ ഇത് അങ്ങനെ നോക്കുന്നവർ ഇഷ്ടംപോലെ പേര് ഉണ്ട്. ആണുങ്ങള് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ ഇഷ്ടം പോലെ നോക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഈ ലോകത്ത്, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പെൺകുട്ടികൾ ഇടുന്നതിൽ പെൺകുട്ടികളെ നോക്കുന്നവർ ഇഷ്ടം പോലെ. ഇപ്പൊ പെൺകുട്ടികളെ ആണുങ്ങളുടെ നോക്കുന്നുണ്ട്, ആണുങ്ങളെ പെണ്ണുങ്ങളെയും നോക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാന്ന് പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ആണുങ്ങളെ അതുപോലെ നോക്കുന്നുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരെ കണ്ണിപ്പോ പെൺകുട്ടികൾ പെർഫെക്റ്റ് ആണ്, ആൺകുട്ടികൾ പെർഫെക്റ്റ് അല്ല, അങ്ങനെയല്ല. ആൺകുട്ടികളും പെർഫെക്റ്റ് ആണ്, പെൺകുട്ടികൾ അവരിടുന്ന കോസ്റ്റ്യൂം അവരിടുന്ന അത് അവരുടെ ഇഷ്ടങ്ങളാണ്. സമൂഹം നിങ്ങളെ കാണുന്നത് ഈ കണ്ണുകൊണ്ടായിരിക്കാം. ആണുങ്ങൾ ധരിക്കുന്നുണ്ട്, പെണ്ണുങ്ങളും ധരിക്കട്ടെ. അതെ, ധരിക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, കാണുന്ന രീതികൾ മാറ്റം ഉണ്ടാകും എന്നാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് സാരി എടുത്തിട്ടാണെങ്കിലും ഇത് മുണ്ടും ഷർട്ട് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ കാണുമ്പോൾ അത് നല്ലൊരു ഗ്രാമീണ തനിമയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നാണ് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞാലും അത് പറയും. നമ്മൾ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അതിന് അതും നമ്മൾ പറയും. നമ്മളെല്ലാത്തിനും എന്തുണ്ടാവും, കമന്റിൽ ഒരുപാടുണ്ടാവും. ഇപ്പൊ ഇങ്ങനത്തെ കോസ്റ്റ്യൂം എടുക്കുന്ന അവരെ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ പല കമന്റുകളായിരിക്കും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ സെറ്റ് സാരി കൊടുത്ത് മുല്ലപ്പൊക്കെ വെച്ച് എടുക്കുന്ന ചേച്ചിന്റെ വീഡിയോ കാണുമ്പോൾ കുലസ്ത്രീകളെ പോലെ കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ്, നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് കമന്റ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവുക, നിങ്ങൾക്ക് ഇങ്ങനത്തെ കമന്റ് ആണ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോവുക. അത് നമ്മുടെ ഇഷ്ടം. ഇത്രേ ഉള്ളൂ. പ്രശ്നം തീർന്നില്ലേ? ഇനിയിപ്പോ ഞാനൊരു കാര്യം, മോഹിനിയാട്ടം കലാകാരനാണ്, അതിലും പെൺവേഷമാണ് ചെയ്യുന്നത്. അല്ല, മോഹിനിയാട്ടത്തില് ആര് പറഞ്ഞു പെൺവേഷം എന്ന് പറഞ്ഞത്? അങ്ങനെയല്ല. മോഹിനിയാട്ടം എന്ന് പറഞ്ഞത് ഒരു കലയാണ്. ആ കലയെ പെൺകുട്ടികൾ മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മുടെ കലാമണിയുടെ അനിയൻ ചെയ്യുന്നല്ലേ, അവരുടെ കോസ്റ്റ്യൂം അവരിടുന്നത് മോഹിനിയാട്ടല്ലേ, അവർ ചെയ്യുന്ന മോഹിനി. അപ്പൊ മോഹിനിയാട്ടം ഇപ്പൊ കലയിൽ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കലയിൽ പുരുഷൻ സ്ത്രീ എന്നുള്ള മാറ്റങ്ങളില്ല. കലയിൽ കലാകാരൻ കലാകാരി. ഞാനത് അടിയുണ്ടാക്കാൻ ചോദിച്ചില്ല, അതില് സുന്ദരിയായിട്ടുണ്ടായി മോഹിനിയാട്ടത്തിൽ പെൺവേഷം ചെയ്തപ്പോ. അങ്ങനെ അല്ല, ഞാൻ പറയാ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ മോഹിനിയാട്ടത്തിൽ ഇങ്ങനെ പെൺകുട്ടികൾ. അപ്പം
നമ്മള് കലയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ കലയിൽ ഇപ്പൊ ഞാൻ ഫീമെയിൽ ചെയ്യുന്നു, അപ്പൊ ഞാൻ ഫീമെയിൽ ചെയ്തുകൊണ്ട് ഫീമെയിൽ വേഷം മാത്രമേ ചെയ്യുന്നില്ല. കലയിൽ സ്ത്രീ എന്നോ പുരുഷൻ എന്നുള്ള ഭേദങ്ങളൊന്നുമില്ല. കലാകാരൻ, അത് കലാകാരിയാണെങ്കിലും കലാകാരനാണെങ്കിലും റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോ ഈ മോഹിനിയാട്ടത്തിന്റെ ആ എഴുതപ്പെട്ട ലിഖിതങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തില് അതിൽ ശരിക്കും പറഞ്ഞാൽ നിറത്തിന്റെ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പുരുഷന്മാര് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇതിലും ആരും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഭരതനാട്യം ആണെങ്കിലും കഥകളി ആണെങ്കിലും. ഞാൻ കഥകളി സദനത്തിൽ പഠിച്ച ഒരാളാണ്. കഥകളിയില് സ്ത്രീവേഷം എത്രയോ അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കഥകളിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് കഥകളിയിലാണെങ്കിലും ഇതിലൊക്കെ ഒരുപാട് ഇപ്പൊ സിനിമാ മേഖല, സീരിയൽ മേഖലയിൽ മാത്രമല്ല കലാകാരന്മാര്, കാണാത്ത നമ്മളറിയാത്ത ഇഷ്ടംപോലെ കലാകാരന്മാര് ഈ കേരളത്തിൽ മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഇഷ്ടം പോലെ പേര് നമ്മൾ കാണാത്ത ആൾക്കാരുണ്ട്. ശരിക്കും നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ വന്നവർ മാത്രമേ കലാകാരന്മാർ എന്നല്ല, അതിന്റെ ബാക്കിൽ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പൊ ആർട്ട് ഡയറക്ടർ അത്രയും മനോഹരമായിട്ടൊരു സംഭവം ഇപ്പോ എത്ര സിനിമകളിൽ ചെയ്യുന്നു. അവരൊക്കെ ചിലവർ അറിയ പോലും ഇല്ല, കണ്ടാൽ പോലും മനസ്സിലാവും. വലിയ സിനിമകളൊക്കെ ചെയ്ത ആളുകളുണ്ടാവും. ഇപ്പൊ പഴശ്ശിരാജ പോലുള്ള സിനിമകൾ ചെയ്ത ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കലാകാരൻ, നമ്മളാ പോലും അറിയാത്ത, പേര് പോലും കൊടുക്കാത്ത കലാകാരന്മാരുണ്ട്. നമ്മുടെ ക്യാമറാമാൻ നല്ലൊരു കലാകാരൻ, ഇടയ്ക്ക് ഓഫ് ആവുന്നു, പോയിട്ട് അമർത്തുന്നു. അപ്പൊ അതൊക്കെ ഒരു കലയാണ് അല്ലേ? എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെ കട്ടാക്കണം എന്ന് അവർക്കറിയാം. അതുപോലെ ആങ്കർ ആയിട്ടുള്ള നീ, അതുപോലെ ഇഷ്ടംപോലെ കലാകാരന്മാർ. ഇപ്പൊ നിങ്ങളല്ല കേട്ടോ പറഞ്ഞു, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലൂട്ട് വായിക്കുന്ന ഡാൻസ്, ഗുരുവായൂർ തന്നെ പോയാൽ മതി, മൃദംഗം ചെയ്യുന്ന ആളുകള്. അവർ ചിലപ്പോൾ അവരൊന്നും അറിയപ്പെടാത്ത ആളുകളായിരിക്കും. അവരൊന്നും നമ്മുടെ ഇവിടെയുള്ള ആളുകളെ അറിയാന്നല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ അത്രയും അറിയപ്പെടുന്ന ആളുകളൊന്നും ആവില്ല. സാമ്പത്തികമായിട്ട് താഴ്ന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ കല പറയുന്നത് ചെറുതോ വലുതോ എന്നല്ല. കലാകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം എന്നാണ്. നിറത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലോ അവരെ മാറ്റി നിർത്താൻ ഒരിക്കലും തെറ്റാണ്, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും തെറ്റാണ്. ചിലപ്പോ അത് അബദ്ധം വെച്ചാൽ ചിലപ്പോ മാം അങ്ങനെ പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ആ മാം അത് പറഞ്ഞു അബദ്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രതികരിച്ചായിരുന്നല്ല അന്ന്? പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു വാക്ക് ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഇപ്പൊ ഈ ക്യാമറയിൽ നമ്മൾ രണ്ടാളും നമ്മുടെ ഉള്ളിലൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഈ സംസാരം ചിലപ്പോൾ നീ ചിലപ്പോൾ എയർലാവും ഞാൻ എയർലാവും പറയാൻ പറ്റൂല, ചിലപ്പോൾ എയറിലാവാതിരിക്കാനും സാധ്യത. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ നമ്മളത് തുറന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അബദ്ധം വെച്ച് നല്ല ബോൾഡായിട്ടുള്ള ഒരാളായിരിക്കും, ഇത് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളായിരിക്കും, എന്താണ് സോഷ്യൽ മീഡിയ എന്ന് പോലും അറിയാത്ത ആളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആളിങ്ങനെ അബദ്ധം വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതും കത്തി വൈറലാവും. അവൻ എത്രയോ അബദ്ധം വെച്ച് പറയുന്ന മനസ്സിലായി, അറിയാണ്ട് പറയുന്ന സാധനമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അറിയാണ്ട് സാധനം പറഞ്ഞ ചിലപ്പോൾ ഒന്നും അറിയാത്ത ചിലപ്പോൾ അമ്മമാര്, വീട്ടിലിരിക്കുന്ന അമ്മമാര് എന്തെങ്കിലും പറയുന്ന, ചിലപ്പോൾ തെറി പറയുന്ന വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായി. ചിലപ്പോൾ അവര് പോലും അറിഞ്ഞിട്ടുണ്ടായില്ല അത് ഇത്രയും വൈറലായെന്നുള്ളത്. അപ്പോൾ അത് അബദ്ധം വെച്ച് പറയുന്ന സാധനങ്ങളായിരിക്കും. അത് ക്യാമറയിൽ അത് ചിത്രീകരിച്ച് അത് വൈറലാക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ചിലപ്പോൾ അയാൾ ആ ചേച്ചി ചിലപ്പോൾ അല്ലെങ്കിൽ ആ മാം ചിലപ്പോൾ നല്ലൊരു പാവായിരിക്കും, നമുക്കറിയില്ല അതെന്താണ് നമ്മൾ അറിയില്ല. അവരത് വീണ്ടും വീണ്ടും സത്യഭാമയെ കുറിച്ചല്ലേ പറഞ്ഞു, വീണ്ടും വീണ്ടും അവരത് തന്നെ പറഞ്ഞു. പക്ഷെ ഞാനത് പറയുന്നു, അത് പറയാൻ പാടില്ല, ഒരിക്കലും അത് പറയാൻ പാടില്ല. കലാകാരന് കലയിൽ നിറമില്ല. കലയിൽ എന്താ പറയുന്നത്, കഴിവാണ്. കഴിവുണ്ടായാൽ മതി കലയിൽ, അല്ലെങ്കിൽ നിറോ ഭംഗിയോ അല്ലെങ്കിൽ ഇതിന്റെ ശരീരത്തോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നല്ലൊരു കലാകാരനാണെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ ഞങ്ങളെല്ലാ സമൂഹം ഉണ്ടാവും, അത്രേ ഉള്ളൂ. റെസ്പെക്ട് ചെയ്യണം. കാരണം അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കലയാണത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കലയും ദൈവം കൊടുക്കുന്ന കലയും വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അവര് ആ ഒരു കല ചിലപ്പോൾ അവരോട് ഒരുപാട് പാഷനായിരിക്കും, ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലായിട്ടോ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കുടുംബത്തിൽ പല വീട് നോക്കേണ്ടി വരും. നല്ലൊരു കലാകാരൻ, നല്ലൊരു നിങ്ങൾ കണ്ടിട്ടില്ലേ, സമൂഹത്തിൽ ഒന്നും എത്താൻ പറ്റാണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ചുമരില് ചിത്രം വരയ്ക്കുന്ന, എത്രമാത്രം മനോഹരമായിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അതൊക്കെ കലാകാരന്മാരാണ്. അത് കണ്ടത് എങ്ങനെയാ, ആ കുട്ടി അവിടെ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് മാത്രം. അപ്പോഴല്ലേ നമ്മൾ അവരെ മനസ്സിലാക്കി. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കലാകാരന്മാര് ചെറുതോ വലുതോ അവര് സോഷ്യൽ മീഡിയയിൽ വലുതായി, അല്ലെങ്കിൽ ഞാനിപ്പോ സീരിയലിൽ വലുതായി, അങ്ങനെയല്ല നമ്മള് സീരിയലിലുള്ളവരെ മാത്രം നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ സിനിമയിലുള്ളവരെ, സോഷ്യൽ മീഡിയയിലുള്ളവരെ മാത്രം നമ്മൾ കലാകാരന്മാരാണെന്ന് വിചാരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറയാം.
അറിയാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ എല്ലാവരും കലാകാരന്മാർ ഇഷ്ടം പോലെ വേറെ ആളുകളുണ്ട്, അതിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കലയെ അതുകൊണ്ടാണ് കലയെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നത്, കലാകാരനെയും റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച വാനപ്രസ്ഥം പറഞ്ഞ സിനിമ, അതൊരു കഥകളിക്കാരന്റെ കഷ്ടപ്പാട്, കഥകളിക്കാരന്റെ ജീവിതത്തെയാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവർ ദാരിദ്ര്യത്തില് ഇപ്പൊ അതിൽ പറയുന്നുണ്ട്, തമ്പുരാന്റെ അടുത്തേക്ക് പോയിട്ട് അവരുടെ എന്താ പറയാ മറ്റേ വയസ്സായിട്ട് ഇതുണ്ട് ഷഷ്ടിപൂർത്തി അങ്ങനെ സംഭവത്തിന് കഥകളി വേണമെന്ന് പറഞ്ഞിട്ട് കഥകളി ചെയ്യാ നല്ല ഭംഗിയായിട്ട് അർജുനനായിട്ട് ഭയങ്കര വലിയൊരു വീരനൊക്കെ ആയിട്ട് അഭിനയിക്കുകയാണ് മോഹൻലാല്. എന്നിട്ട് ലാലേട്ടൻ ചെന്ന് പറയുന്നുണ്ട്, അനുഗ്രഹം പട്ടും കാര്യങ്ങളും കാശും കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, വീട്ടിലെ അവസ്ഥയൊക്കെ വീട്ടിലെ അവസ്ഥ പറയാൻ പാടില്ല, വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശമാണ് എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ എത്ര കലാകാരന്മാര്, കഥകളി എന്നല്ല, എത്ര കലാകാരന്മാരെ അറിയപ്പെടാത്ത, കുടുംബത്തിൽ പോലും വിലയില്ലാത്ത, ജോലിയില്ലാത്ത, കഷ്ടപ്പെടുന്ന, കലയെ മനസ്സിൽ മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ മനസ്സിൽ എത്രമാത്രം ആ ഒരു ഡയലോഗ് പോയിട്ട്, ആ ഡയലോഗ് ഓരോ ഡയലോഗും പറയുന്നത് അത്രയും പ്രശസ്തി, അതാണ് കഥകളിയിൽ മാത്രമല്ല എല്ലാ കലകളിലും. ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എനിക്ക് എല്ലാ വേഷവും ഇഷ്ടം. ഞാൻ ഒരുപാട് വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് രുക്മിണിയുടെ വേഷം നല്ല ഇഷ്ടം. ഞാൻ രുക്മിണിയുടെ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥകളി എന്ന് പറഞ്ഞാൽ, കഥകളി എന്നില്ല, ഞാൻ കഥകളിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയില്ല, പക്ഷെ കലയില് സ്ത്രീ പുരുഷ ഭേദം. അപ്പൊ സ്ത്രീകളും ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും കഴിവുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് ക്യാഷില്ലാത്തവരാണെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടരുത്, അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം അവരെ മനസ്സിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ഓരോരോ അടുത്തറിയുമ്പോഴാണ് ഞാൻ എന്താണെന്ന് നിങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, കലയെ ഇപ്പോഴും റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ കേരള തനിമയാണ് കല എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. കലാകാരന്മാരെ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കണം. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ, ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീ ആയ സമയത്ത്, ഈ ആണുങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ബാഡ് ടച്ചോ? അതാണ് നമ്മളായിട്ട് ജീവിക്കാൻ നോക്കണം. ഇപ്പം അതാണ് എൻ്റെ മാറ്റം. നിങ്ങളിപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് എൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്ത് നോക്കിക്കോളൂ, എൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കോളൂ. എനിക്ക് വരുന്ന എല്ലാം പോസിറ്റീവായിരിക്കും. കാരണം ഞാൻ അതാണ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചേച്ചിനെ നീ എന്നെ പറഞ്ഞു, നല്ല രസം സാരി കൊടുത്തു, ഇവിടെ ഒന്നും കാണിച്ചാൽ വൃത്തിയായിട്ട് കൊടുക്കും. പിന്നെ ആ മിന്നൽ വള ചെയ്തത് ഭയങ്കര സൂപ്പർ, അത് പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അത്രയും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വിമർശനങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് വിചാരിച്ചാലും, എന്ത് പറഞ്ഞാലും ആളുകൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും നമ്മളോട്. അത് നമുക്ക് മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അല്ല മോശമായിട്ട് ചെയ്തുകൊണ്ട് അവൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ്, ഞാനിപ്പോൾ മെയിലിൻ്റെ ചെയ്യണമെങ്കിൽ ആ മെയിലിൻ്റെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഫീമെയിൽ ചെയ്യുന്നതും ഇഷ്ടങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടും കൂടി ചെയ്യുന്നത് കൊണ്ട് എന്നോട് നെഗറ്റീവായിട്ട് ആരും അങ്ങനെ പറയലില്ല. അപ്പം ഇനി ഒരുപാട് നല്ല വേഷങ്ങളൊക്കെ കിട്ടട്ടെ. ഇനി ഒരു തമിഴ് സിനിമ ഇറങ്ങാനുണ്ടായാലും നായകനായിട്ടാണോ? നായകനായിട്ടല്ല, നല്ലൊരു റോളാണ്. അത് കുറെ പ്രോബ്ലങ്ങളായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ബാക്കിലുള്ള സംഭവം ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു, പിന്നെ ഗജേന്ദ്രൻ സാറിന്റെ നല്ല സിനിമ, ആ സാറിന് ഇതേപോലെ തന്നെ ഇതാ ഞാൻ പറയുന്നത്. ഗജേന്ദ്രൻ സാറിന്റെ കാര്യം ഞാൻ എടുത്തു പറയാം. എന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിളിച്ചൊരു ഡയറക്ടറാണ്. ആ ഡയറക്ടർ എന്നെ വിളിച്ചത് അത്രയും നമ്മളോട്, ഞാൻ പറഞ്ഞു എനിക്ക് അത് ചെയ്യാൻ ഫീമെയിൽ, ഞാൻ രണ്ടും ഡബിൾ റോൾ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റുമോ സാർ, കാരണം അത് അത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ ശരീരത്തിനോ അല്ലെങ്കിൽ എൻ്റെ ഇതിനോ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു കുട്ടിത്വം ഫീൽ ചെയ്യുന്നു ഞാൻ അവരോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് ശരീരത്തിലോ നിൻ്റെ ഇതിലല്ല, നിൻ്റെ കഴിവാണ്. പിന്നെ അത് നീ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഫീമെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യണം, നല്ല രീതിയിൽ നീ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. തമിഴിലാട്ടോ അത് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ നോക്കി, വേണ്ടാന്ന് വയ്ക്കാൻ നോക്കി ചെന്നൈയിലായി. അപ്പോൾ എന്നോട് എന്തായാലും വരാൻ പറഞ്ഞു, നീ തന്നെ ചെയ്യണം, നീ ചെയ്താൽ ഞാൻ അതിപ്പോൾ എടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു സംഭവം വന്നു. ഞാൻ അവിടെ പോയി സാറിനോട് സംസാരിച്ചു. എന്നോട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇതെന്താ കുഴപ്പം, ഇതെന്നെ മതി എന്ന് പറഞ്ഞു. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതിന്റെ കുറെ സീൻസുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതിൽ. അതാണ് ആ സാറിനൊക്കെ ശരിക്കും, ആ സാറിന്റെ ഡയറക്ഷൻ എത്രമാത്രം നല്ല രീതിയിൽ എനിക്കൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതായി മാറി. നമ്മൾ കലാകാരൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെന്താണ്, ഞാനിപ്പോൾ ഒരു അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ ഏത് ക്യാരക്ടറാണോ ചെയ്യുന്നത് ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ബാക്കിയുള്ള ക്യാമറയോ അല്ലെങ്കിൽ അവരെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണോ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത്
ഞാൻ ആ ക്യാരക്ടറായി മാറണം. കാരണം ഞാൻ അപ്പൊ ജിഷ്ണു അല്ല, എന്റെ കുടുംബവും അതൊന്നും എനിക്ക് ഞാൻ ഇവിടെ എന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാരക്ടർ നന്നായിട്ട് അവര് നമ്മൾ വിശ്വാസത്തോടെ വിളിച്ചിരിക്കുക, നീ ഇത് ചെയ്താലേ പറ്റുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ ആ ക്യാരക്ടർ നന്നായി ചെയ്തിട്ട് അവര് മുന്നിൽ കാണിക്കുമ്പോൾ ഉള്ള സന്തോഷവും അതുണ്ടല്ലോ. അവസാനം ഞാൻ ആ സീൻ കഴിഞ്ഞതിന് ശേഷം സാറ് എങ്ങനെ ഉണ്ടായിരുന്നു സാറിന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു എത്ര മനോഹരമായി ചെയ്ത്, അടിപൊളിയാണ് ജിഷ്ണുവിൻ്റെ അഭിനയം, എന്തായാലും ജിഷ്ണു അറിയപ്പെടുന്ന ഒരാളാവും. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ അറിയപ്പെടുന്നതിനേക്കാളും എനിക്ക് ആ സാറ് അറിയപ്പെടണം, കാരണം അത്രയും വലിയൊരു കലാകാരനാണ്. അതാ ഞാൻ പറഞ്ഞ നമ്മള് കാണാത്ത ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ചുറ്റിനുണ്ട്, അവരൊക്കെ അങ്ങനെ കഴിവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആ സിനിമയിൽ ഏതായാലും അതൊക്കെ മാറി തന്നെ റിലീസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി ഒരുപാട് സീരിയലിലൊക്കെ അവസരം കിട്ടട്ടെ, മലയാള സിനിമയിൽ വരാൻ സാധിക്കട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞു ഞാനൊരു ക്യാരക്ടർ മാത്രം ഫോക്കസ് ചെയ്ത് പോവില്ല. എനിക്ക് ഏത് ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. അത് ഡയറക്ടറിന് പറ്റണമെങ്കിൽ ഡയറക്ടർ പറഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അതേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം ഈ ഒരു മീഡിയയിലുള്ള എല്ലാ ക്രൂരെയും കണ്ടു, സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് നല്ലൊരു എന്താ പറയുക, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അത്രയും നല്ലത് എനിക്ക് തുറന്ന് പറയാൻ പറ്റി. അപ്പോൾ എൻ്റെ വാക്കുകളിലോ എൻ്റെ പ്രവൃത്തികളിലോ നിങ്ങൾക്കോ ഇവിടുത്തെ ആളുകൾക്കോ സമൂഹത്തിനോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. എനിക്ക് ഞാൻ നല്ലത് മാത്രമേ എല്ലാവരോടും പറയുള്ളൂ, നല്ല രീതിയിൽ നടക്കണം എന്നേ പറയുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് ഞാൻ പറഞ്ഞത്, പൊതുജനം പല വിധമാണ്, ഞാനൊരു ആ ജനത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാനും അങ്ങനെ പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാം നല്ല രീതിയിൽ പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.